ഒരു കടുവ തിരുവനന്തപുരം സൂവിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നിൽക്കുകയാണെങ്കിൽ ആ കടുവയെ പറ്റിയിട്ട് അതിനെ എന്ത് ചെയ്യണം, മയക്കുവെടി വെക്കണോ എന്നുള്ള ചർച്ച കേരളത്തിൽ നടക്കുമോ? അതിന് നിമിഷങ്ങൾക്കുള്ളിൽ വെടിവെച്ച് കൊല്ലാനായിരിക്കും തീരുമാനിക്കുക. അത് ചെയ്തിരിക്കും. നമ്മൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വല്ലപ്പോഴും ഒരു വർഷത്തിൽ ചില സീസണുകളിൽ മാത്രമായിരിക്കും ഇത്തരത്തിൽ ആന ഇറങ്ങുന്നു, അല്ലെങ്കിൽ പുലി ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള ഭയത്തോടു കൂടി ആൾക്കാർ ജീവിക്കുന്നു. ബാക്കിയുള്ള സമയങ്ങളിൽ സാധാരണ പോലെ ജീവിതം നടക്കുന്നതായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഇത് ഏത് ദിവസവും നടക്കാം എന്നുള്ള രീതിയിൽ വയനാട്ടിൽ, നിലമ്പൂരിൽ, ഇടുക്കിയിൽ ഇങ്ങനെ പല ഭാഗങ്ങളിലായി ധാരാളം മനുഷ്യർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അബദ്ധത്തിന് നമ്മൾ കൈതട്ടിയിട്ട് ഒരു പൂമ്പാറ്റ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു പുള്ളിപ്പുലിയെ കൊന്ന് അതേ കേസിൻ്റെ അതേ ഗ്രാവിറ്റിയുള്ള കേസാണ് ഉണ്ടാകുക. സ്വന്തം പുരയിടങ്ങളിൽ മനുഷ്യർ കൊല്ലപ്പെടുന്ന സമയത്ത് അതിന്മേലൊരു നിയമവ്യവഹാരത്തിനുള്ള സാധ്യതകൾ ഇല്ലാതാകുന്നു. കാട് കയ്യേറുന്നവരാണ് ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രകൃതി അതിൻ്റെ തിരിച്ചടികൾ നടത്തുന്നു, അല്ലെങ്കിൽ മൃഗങ്ങൾ അവരുടെ സ്ഥലം തിരിച്ചെടുക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള ഒരു വ്യാഖ്യാനങ്ങൾ വരുന്നു. നമ്മൾ ചരിത്രത്തെ മുഴുവൻ മറന്നുകൊണ്ട് ഒരു ജനതയെ മുഴുവൻ ഒരുതരം കയ്യേറ്റക്കാരും കള്ളന്മാരും ഒക്കെ ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അവർ അർഹിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മൃഗ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് വളരെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. വേട്ട എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു കൊളോണിയൽ ഹണ്ടിങ് സങ്കല്പമാണ്. അതിനപ്പുറം മനുഷ്യരുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട സാധാരണക്കാരായ ആളുകൾ കാട്ടിൽ നിന്ന് വേട്ടയാടി കഴിച്ചിരുന്ന കാര്യത്തെക്കുറിച്ച് അല്ല നമ്മുടെ ചിന്ത പോകുന്നത്. പഴയ കാലത്തുണ്ടായിരുന്ന വേട്ടകളോ അത്തരത്തിലുള്ള കാട് കയ്യേറ്റങ്ങളോ ഒന്നും ഇപ്പോഴൊരിക്കലും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കാടുകളിലെ മൃഗങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. മനുഷ്യൻ്റെ സംരക്ഷണം എന്നുള്ളത് എപ്പോഴും അതിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വന്യമൃഗത്തെ വെടിവെച്ച് കൊല്ലുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ആ നിയമത്തിലുള്ളത്. പക്ഷേ ആ ഒരു നിയമം നടപ്പാക്കുന്നതിനുള്ള പ്രോട്ടോക്കോളുകളുടെ സങ്കീർണത ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഒരു ജനകീയ ശാസ്ത്രകാരൻ, എഴുത്തുകാരൻ എന്നൊക്കെ നിലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ ശാസ്ത്ര സാംസ്കാരിക രംഗത്ത് വളരെ സജീവമായ ഒരു പേരാണ് വിജയകുമാർ ബ്ലാത്തൂർ. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം ഒരു യൂട്യൂബർ എന്ന നിലയിൽ കൂടി നമുക്ക് മുന്നിൽ സുപരിചിതനാണ്. നമുക്ക് അപരിചിതമായ ധാരാളം കഥകൾ, പ്രത്യേകിച്ചും ലോകത്തെ ജീവിവർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട സൂക്ഷ്മമായ ധാരാളം അറിവുകൾ അദ്ദേഹം ആളുകൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിജയകുമാർ ബ്ലാത്തൂരുമായുള്ള ഒരു സംഭാഷണ പരമ്പര നമ്മളിവിടെ ആരംഭിക്കുകയാണ്. സ്വാഗതം. വളരെ സന്തോഷം. പക്ഷേ ഈ സംസാരത്തിൽ ഞാൻ ആദ്യം കടക്കാമെന്ന് ഉദ്ദേശിക്കുന്ന വിഷയം, പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജീവികളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രാണികൾ മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ജീവികളെക്കുറിച്ചും അതിൻ്റെ ആവാസ വ്യവസ്ഥ, അതിൻ്റെ സ്വഭാവം, മറ്റു കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിലായി തന്നെ മലയാളികളെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയും ജീവികളുമായി ബന്ധപ്പെട്ടാണ്, പ്രത്യേകിച്ചും വന്യജീവികളുമായി ബന്ധപ്പെട്ട്. കേരളത്തിൻ്റെ മലയോരങ്ങളിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി, വർഷങ്ങളായി വലിയ രീതിയിലുള്ള വിപത്ത്, അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത വിധത്തിൽ മനുഷ്യർ വന്യജീവികളുടെ ആക്രമണങ്ങൾക്കിരയായി നിരന്തരം കൊല്ലപ്പെടുന്നൊരു സാഹചര്യം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന 2025 ജനുവരി ആരംഭിച്ചിട്ട് ഏതാനും ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി കടന്നിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു മാസം പിന്നിടുമ്പോഴേക്കും കേരളത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം വളരെയധികം വലുതാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട്. വയനാട്ടിൽ, നിലമ്പൂരിൽ, ഇടുക്കിയിൽ ഇങ്ങനെ പല ഭാഗങ്ങളിലായി ധാരാളം മനുഷ്യർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ധാരാളം വന്യജീവി ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കടുവയടക്കമുള്ള വന്യജീവികൾ മനുഷ്യരെ കൊല്ലുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം, അല്ലെങ്കിൽ വന്യജീവി ആക്രമണം വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ വിഷയത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്ന് അറിയാത്ത ഒരു സ്ഥിതിയിൽ ഭരണകൂടവും ജനങ്ങളും മലയോരവാസികളൊക്കെ ആയ ആളുകളൊക്കെ ഒരു പ്രത്യേക കലുഷിതമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു സ്ഥിതി നമുക്ക് മുന്നിൽ കാണാനുണ്ട്. എങ്ങനെയാണ് ഒരു സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുക? മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഇൻട്രാക്ഷനുകൾ, നമ്മളതിനെ ആക്രമണം എന്ന് വിളിക്കണോ എന്നറിയില്ല, ഇൻട്രാക്ഷൻ, കൊടുക്കൽ വാങ്ങലുകൾ മനുഷ്യൻ്റെ പരിണാമകാലം തൊട്ടിട്ട് ഉള്ളതാണ്. അതായത് നമ്മൾ മൃഗങ്ങളുമായിട്ട് എപ്പോഴും ഒരു പ്രത്യേക ഇക്കോസിസ്റ്റത്തിൽ അതിജീവിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ എന്ന് പറയുന്ന ജീവി വളരെ കഴിവുകൾ കുറഞ്ഞതാണ്. അതിജീവനത്തിന് ബുദ്ധി മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. ഫിസിക്കലി മനുഷ്യൻ അത്രമാത്രം കഴിവുള്ള ഒരു ജീവിയായിരുന്നില്ല. നമ്മൾ ആയുധങ്ങൾ കണ്ടുപിടിക്കുന്നു, പലതരം ടെക്നിക്കുകൾ കണ്ടുപിടിക്കുന്നു, അതൊക്കെ
ചെയ്തത് നമ്മൾ മൃഗങ്ങളുമായിട്ടുള്ള മത്സരത്തിന് വേണ്ടിയിട്ടാണ്. ഭക്ഷണം തേടാനായാലും ഭക്ഷണമാകാതെ നോക്കാനായിട്ടും. അത് നമ്മൾ മാമത്തുകളെ പോലും വേട്ടയാടിയിട്ട് മനുഷ്യൻ ജീവിച്ചത് ഭക്ഷണമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ അതേപോലെ പലതരത്തിലുള്ള മൃഗങ്ങളോട് പൊരുതിയിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പുതിയൊരു കാലത്ത് നമ്മൾ ഇപ്പോഴെത്തിയിരിക്കുന്ന കാലത്ത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പ്രാകൃത ജീവിയല്ല. നമ്മൾ സിവിലൈസ്ഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്നു. പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്, നമുക്ക് ജീവിതത്തിന് പല ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തും 2025 നമ്മളെപ്പോലെ താങ്കളെയും എന്നെയൊക്കെ പോലെ പലതരത്തിലുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയായിട്ട് ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെയാണ് ഒരു സുപ്രഭാതത്തിൽ മരിച്ചു പോകുന്നത്. ആന കുത്തിയിട്ടോ അല്ലെങ്കിൽ കടുവ പിടിച്ചിട്ടോ ഒക്കെ മരിച്ചു പോകുന്നത്. അപ്പോൾ പറയും എത്രയോ ആൾക്കാർ കേരളത്തിൽ ഒരു ദിവസം വാഹനാപകടങ്ങളിൽ മരിക്കുന്നില്ല എന്നുള്ള ഒരു വളരെ ബാലിശമായിട്ടുള്ള മറുചോദ്യം ചിലർ ചോദിക്കാറുണ്ട്. അതും ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് സംസാരിക്കുന്നത് പോലും ഒട്ടും ബുദ്ധിപരമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുമായിട്ട് സമാനമേ അല്ല മൃഗങ്ങൾ കൊണ്ടുള്ള ആക്രമണം കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കാട്ടിൽ പോയിട്ട് മരിക്കുന്ന വിഷയമല്ല നമ്മൾ സംസാരിക്കുന്നത്. സാധാരണ മോഡലുള്ള വീടുകളിൽ അവരവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളിൽ കഴിയുമ്പോൾ അവർ ആക്രമിക്കപ്പെടുക എന്നുള്ളത്. വീണ്ടും അവിടെയുള്ള ഒരു പ്രശ്നം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ളൊരു പദമാണ് പലപ്പോഴും പലരും ഉപയോഗിക്കുന്നത്. ആക്രമണം എന്ന് പറയുന്നത് പ്രത്യേക ഉദ്ദേശത്തോടെ ഒരാളെ ആക്രമിക്കുന്നതാണ്. ഇവിടെ മൃഗങ്ങൾക്ക് അങ്ങനെ പ്രത്യേക ഉദ്ദേശമൊന്നുമില്ല, യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് വളരെ സങ്കീർണമാവുകയാണ് നമ്മുടെ കേരളത്തിലെങ്കിലും. കാരണം നമ്മുടെ ഇവിടെയുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒരു സ്ഥലത്തും ഇന്ത്യയിൽ വേറെ എവിടെ ഇല്ലാത്ത തരത്തിൽ ഈ കാടിനോട് ചേർന്നിട്ട് പോലും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. വടക്കേ ഇന്ത്യയിലൊന്നും അത്തരത്തിലില്ല. അതേപോലെ തന്നെ ആളുകൾ സ്വന്തം അവകാശങ്ങളെ പറ്റിയിട്ട് നല്ല ബോധമുള്ളവരാണ്. അവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. വളരെ ചുരുങ്ങിയൊരു ഫ്രെയിമിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവരുമല്ല നമ്മൾ. അപ്പോൾ കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കേണ്ടി വരും. അവരുടെ ആവശ്യങ്ങൾ കൂടുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ കാട്ടിൽ മൃഗങ്ങൾ വളരെ പഴയതുപോലെ ഉള്ളൂ എങ്കിൽ പോലും ഈ ആക്രമണം ഉണ്ടാവും. പക്ഷേ സംഭവിച്ചിരിക്കുന്നത് കാടിൻ്റെ ആവാസ വ്യവസ്ഥയുടെ പരിപാലനം വളരെ മികച്ചതായതുകൊണ്ടുമായിരിക്കും. നമ്മൾ അത്രയധികം പ്രകൃതി സ്നേഹികൾ കൂടിയാണ് കേരളത്തിലുള്ളവരെന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ നമ്മളെ കാടുകളിൽ വളരെ പഴയ കാലത്തുണ്ടായിരുന്ന വേട്ടകളോ അത്തരത്തിലുള്ള കാട് കയ്യേറ്റങ്ങളോ ഒന്നും ഇപ്പോഴൊരിക്കലും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കാടുകളിലെ മൃഗങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കണക്കുകൾ കൊണ്ട് നമ്മൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ പല കണക്കുകൾ പറയുന്നുണ്ടെങ്കിൽ കൂടി കാടുകളിലുള്ള മൃഗങ്ങളുടെ, അതായത് ഇത്തരത്തിലുള്ള ആനയും കടുവയും പുലിയും പോലെയുള്ള അവയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവയുടെ കാടിൻ്റെ വിസ്താരം കൂടുന്നുമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവ പല കാരണങ്ങളുമുണ്ട്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. അവ മനുഷ്യരുമായിട്ട് ഇൻട്രാക്ഷനുകളുടെ സാധ്യതകൾ കൂടിയാണ്. അവയുടെ ഇനിയും കൂടുതൽ സങ്കീർണമാകുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ പോവുക എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇപ്പം മാഷ് പറയുന്നതിനകത്ത് കേരളത്തിലെ വന്യജീവികളുടെ പെരുപ്പം ഇതിനകത്തൊരു കാരണമാകുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന ലിറ്ററേച്ചറുകളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന സ്റ്റോറികളിലായിക്കോട്ടെ, ഡോക്യുമെൻ്ററീസിലായിക്കോട്ടെ, അല്ലെങ്കിൽ എഴുത്തിലായിക്കോട്ടെ, ലേഖനങ്ങളിലായിക്കോട്ടെ ഒക്കെ എല്ലായിടത്തും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മനുഷ്യൻ കാട് കയറുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ മാധ്യമാഴ്ച പതിപ്പിൽ ഈ വിഷയം കൈകാര്യം ചെയ്ത ലേഖനത്തിൽ പോലും പറഞ്ഞിരിക്കുന്നത് കാട് കയറുന്ന മനുഷ്യൻ നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യജീവി എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ പരമ്പരാഗതമായ പാരിസ്ഥിതിക സമവാക്യങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നത് ഇതിൻ്റെ റൂട്ടിലേക്ക് പോകാനുള്ള നമ്മളുടെ ആ യഥാർത്ഥ റീസൺ കണ്ടെത്താനുള്ള ശ്രമങ്ങളെ കൂടി ആയിരിക്കില്ലേ തടസ്സപ്പെടുത്തുന്നത്? അതെ, അത് സത്യത്തിൽ നമ്മൾ ഒരു പരിഹാരം വേണമെങ്കിൽ, നമുക്ക് കൃത്യമായിട്ടൊരു പരിഹാരം വേണമെങ്കിൽ കാരണങ്ങൾ കൂടി കൃത്യമായിട്ട് നമുക്ക് സയൻറ്റിഫിക്കലി കണ്ടെത്തണം. ഇപ്പോഴുള്ള ഒരു ഉപരിമധ്യവർഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ കാട് അതിരിൽ ജീവിക്കുകയോ ചെയ്യാതെ അവിടെയുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അറിയാതെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പോളിസികൾ ഉണ്ടാക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊതുധാരകൾ ഉണ്ടാക്കുന്നവരുടെ ഒക്കെ എഴുത്തുകാരായാലും ഒക്കെ ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ എത്രയോ കാലം മുമ്പേ ഉണ്ടായ ഒരു ധാരണകളുണ്ട്. നമ്മുടെ കേരളത്തിലെ പരിസ്ഥിതിയെ പറ്റിയിട്ട് സംസാരിക്കുമ്പോഴെപ്പോഴും ഉണ്ടായ കാടവിടെ മക്കളെ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് നമുക്കറിയാം, കഴിഞ്ഞൊരു 1/4 നൂറ്റാണ്ടായിട്ട് 2000-ന് ശേഷമെങ്കിലും കേരളത്തിൽ അത്തരത്തിലുള്ള വനം കയ്യേറ്റങ്ങൾ, അതായത് നമ്മുടെ റിസർവ് വനങ്ങളിലേക്കുള്ള കയ്യേറ്റങ്ങൾ
പുറത്തുള്ള മനുഷ്യർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. റവന്യൂ ഭൂമിയാണോ അല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകളും അങ്ങനെയുള്ള കേസുകളും ഒക്കെ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ വേറെ കിടക്കുന്നുണ്ട് കൂടി നമ്മുടെ റിസർവ് വനങ്ങളായിട്ട് തീരുമാനിക്കപ്പെട്ട നമ്മുടെ സംരക്ഷിത വനമേഖലകളിലേക്ക് ആളുകൾ കയറിയിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള മൃഗങ്ങളെ വേട്ടയാടുകയോ അല്ലെങ്കിൽ അവിടെയുള്ള കാട് നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതായത് കാട്ടിലേക്ക് കയറുക എന്ന് പറയുന്നത് പഴയ പോലെ എളുപ്പവുമല്ല. പല കാരണങ്ങൾ കൊണ്ടുണ്ട്. അതായത് ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് വളരെ അവെയറാണ്. ഒരു ലോറി ഒരു കാടിൻ്റെ അതിരിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ വളരെ ശ്രദ്ധയോടെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാധ്യമങ്ങളുണ്ട്, എല്ലാം ഓരോരാളുടെ കയ്യിലും ഓരോ മൊബൈൽ ഫോണുണ്ട്. അതുകൊണ്ട് തന്നെ രഹസ്യമായിട്ട് ഈ പഴയതുപോലെ കാട് മുഴുവൻ വെട്ടി ഒരു രാത്രി കൊണ്ട് കൊണ്ടുപോകാനൊന്നും ആർക്കും പറ്റില്ല. ഒരു മൃഗത്തെ പോലും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നമ്മളെ നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കാടെവിടെ മക്കളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ ഇപ്പോഴും, അതായത് ഇനി 10-100 വർഷം മുമ്പുണ്ടായിരുന്ന കാടുകളൊക്കെ അതുപോലെ നിലനിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയും കുറച്ചും കൂടി പുറകോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ജനവാസം സാധ്യമല്ലാതാവും. അപ്പോൾ നമ്മൾ ആകെ തീരപ്രദേശത്ത് മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു ജനങ്ങൾ സ്ഥിരമായിട്ട് താമസിച്ചിരുന്ന ജനപദങ്ങൾ ഉണ്ടായിരിക്കുക. കുറച്ചൊക്കെ ചില പോക്കറ്റുകൾ, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒരു കാലത്ത് കാട് തന്നെയായിരുന്നല്ലോ. അപ്പം നമ്മൾ അങ്ങനെ ഒരു കാട് മുഴുവൻ കയ്യേറിയിട്ടാണെന്ന് പറയുന്ന ഒരു സമവാക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് അവർ അർഹരാണ്. അത്തരത്തിൽ കാട് കയ്യേറുന്നവരാണ് ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രകൃതി അതിൻ്റെ തിരിച്ചടികൾ നടത്തുന്നു, അല്ലെങ്കിൽ മൃഗങ്ങൾ അവരുടെ സ്ഥലം തിരിച്ചെടുക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള ഒരു വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും ഈ തലമുറയുടെ എത്രയോ പുറകിലുള്ള തലമുറയായിരിക്കാം അവിടെയൊക്കെ കുടിയേറിയവർ. അത് കയ്യേറ്റം എന്ന് നമ്മൾ കുടിയേറ്റത്തെ പറയാനും പറ്റില്ല. അത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണേണ്ടതാണ്. അപ്പോൾ നമ്മൾ ചരിത്രത്തെ മുഴുവൻ മറന്നുകൊണ്ട് ഒരു ജനതയെ മുഴുവൻ ഒരു തരം കയ്യേറ്റക്കാരും കള്ളന്മാരും ഒക്കെ ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അവർ അർഹിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മൃഗ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് വളരെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഇപ്പോൾ മാഷ് കുടിയേറ്റത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന കാര്യം, കേരളത്തിലെ മലയോരങ്ങളിലേക്ക് മനുഷ്യരെത്തിയത് അവരുടെ സ്വയം തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പോലും അല്ല. അപ്പോൾ നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വലിയ രീതിയിലുള്ള ഭക്ഷ്യക്ഷാമമായിരുന്ന ഒരു കാലത്ത് സർക്കാർ അവരോട് മലമുകളിലേക്ക് കുടിയേറാനും അവിടെ ഭക്ഷ്യവിളകൾ നട്ടുപിടിപ്പിക്കാനും വേണ്ടി പറഞ്ഞാണ്. അതിൻ്റെ ഭാഗമായി ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൂട്ടമായി പലായനം ചെയ്തെത്തിയ മനുഷ്യർ, പിന്നെ കുടിയേറ്റത്തിൻ്റെയൊക്കെ പരമ്പരാഗതമായി കുടിയേറിയ മനുഷ്യർ അനുഭവിക്കേണ്ടി വന്ന യാതനകളും ഒക്കെ നമുക്ക് മുന്നിൽ അറിയാം. ധാരാളം ലിറ്ററേച്ചറിലൊക്കെ അത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ സോക്കോൾഡ് നമ്മൾ ഈ പറയുന്ന പോലെ മലമ്പാമ്പിനോടും മലമ്പനിയോടൊക്കെ പോരാടി ആ പ്രദേശങ്ങളിൽ എല്ലാവിധ പ്രതികൂല കാലാവസ്ഥകളോടും ഫൈറ്റ് ചെയ്ത് വ്യത്യസ്ത കാലങ്ങൾ കൊണ്ട്, തലമുറകൾ കൊണ്ട് അവരൊരു ജീവിതം അവിടെ ബിൽഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം മലയോരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കേരളത്തിലെ മറ്റേതൊരു ഭൂപ്രദേശത്തും ജീവിക്കുന്ന മനുഷ്യരുടേതായ എല്ലാ അവകാശങ്ങളും അവർക്കും ഉണ്ട്. പക്ഷേ സവിശേഷമായ ഈ ഒരു സാഹചര്യത്തിൽ അവർ ജീവിതത്തിനും മരണത്തിനും മുന്നിലുള്ള ഒരു അപകടം മുനമ്പിൽ വന്നു പെട്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്, അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് കൊല്ലപ്പെടുന്ന മനുഷ്യരെക്കാൾ ഭീകരമായ അവസ്ഥയാണ് അവിടെ ഇത്തരത്തിൽ ഏത് സമയത്തും ഒരു കടുവയുടെയോ ആനയുടെയൊക്കെ മുന്നിൽ പെട്ടേക്കാം എന്നുള്ളൊരു ഭീതിയിൽ കഴിയുന്ന ആളുകളുടെ ഒരു സാഹചര്യം. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ, അതായത് ഒരേ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ, ഒരേ ഭരണഘടനയ്ക്ക് കീഴിൽ ഒരേ നികുതി അടച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാകുന്നു. ഒരു വിഭാഗം മനുഷ്യർ അവർക്ക് ഏത് നിമിഷവും ഒരു അപകടം സംഭവിച്ചേക്കാം എന്നുള്ളൊരു ഭയത്തിൽ കഴിയേണ്ടി വരുന്നു. ആ സാഹചര്യവും ആ ഭയവും ആ പ്രദേശത്തിൻ്റെ തന്നെ ഒരു പിന്നോക്കാവസ്ഥയിലേക്ക് പോകുന്നു തുടങ്ങിയൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഇതിനെ ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ കുറെ കൂടെ മോഡേണായ യുക്തികൾ കൊണ്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നില്ലേ? അതായത് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കടമകളിലൊന്ന് ആ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പൗരൻ്റെ ജീവനും സ്വത്തും ജീവിക്കാനുള്ള അവകാശവും സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടതൊന്ന് അവിടെയാണ്. അതായത് കൃഷി ചെയ്യുക. നമുക്കറിയാം, ഈ പ്രദേശങ്ങളിലൊക്കെ പരമ്പരാഗതമായിട്ട് എത്രയോ കാലമായിട്ട് കൃഷി ചെയ്യുന്നവരാണ്. അവർ ചെയ്യുന്ന കൃഷിയുടെ സ്വഭാവത്തെയും രൂപത്തെയും ഒക്കെ പറ്റിയിട്ടുള്ള ഡിസ്കഷനുകൾ വേറെ ആയിരിക്കാം. എന്തായാൽ കൂടി അവർ ജീവിക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്നവരാണ്. ആ കൃഷി എന്ന് പറയുന്നത് അസാധ്യമാകുന്ന വിധത്തിലേക്ക്, അതായത് കൃഷി വളവ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ മനുഷ്യരെ ആക്രമിച്ചിട്ട് ആളുകൾ കൊല്ലപ്പെടുമ്പോൾ മാത്രമാണ് ചർച്ചകളിലേക്ക് വരുന്നത്. അതേസമയം മനുഷ്യനെ ജീവിക്കുക എന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ട ഏറ്റവും കുറഞ്ഞ വരുമാനങ്ങൾ ലഭിക്കുന്ന വിധത്തിലുള്ള പലതരത്തിലുള്ള കൃഷി തന്നെയാണ് പലപ്പോഴും ചെയ്യുന്നത്. അതുപോലും സാധ്യമല്ലാത്ത വിധത്തിൽ കൃഷി വിളവുകൾ നശിപ്പിക്കുക,
അതുപോലെ അവിടെ പോയിട്ട് ജോലി ചെയ്യാൻ ധൈര്യത്തോടു കൂടിയിട്ട് ഏത് സമയത്തും പോയിട്ട് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുക, കുട്ടികളെയും അതുപോലെ ഉള്ളവരെ സ്കൂളുകളിലേക്ക് വിടാൻ പറ്റാതിരിക്കുക, അങ്ങനെ നിരവധിയായിട്ടുള്ള ഒരു തരം ഭീതിയുടെ മുൾമുനയിൽ എപ്പോഴും ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു ചെറിയ കാലത്തേക്കല്ല. ഇപ്പോഴ് നമ്മൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വല്ലപ്പോഴും ഒരു വർഷത്തിൽ ചില സീസണുകളിൽ മാത്രമായിരിക്കും ഇത്തരത്തിൽ ആന ഇറങ്ങുന്നു, അല്ലെങ്കിൽ പുലി ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള ഭയത്തോടു കൂടി ആൾക്കാർ ജീവിക്കുന്നു. ബാക്കിയുള്ള സമയങ്ങളിൽ സാധാരണ പോലെ ജീവിതം നടക്കുന്നതായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഇത് ഏത് ദിവസവും നടക്കാം എന്നുള്ള രീതിയിൽ, അതായത് പിറ്റേ ദിവസത്തെ വാർത്ത എന്തായിരിക്കുമെന്ന് നമുക്കറിയാത്ത വിധത്തിൽ ഒരു ആകുലതയോട് കൂടിയിട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ വരുന്നത് ഒരു ഗവൺമെൻറ് എപ്പോഴും അതിനുള്ള പരിഹാരമാണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ പരിഹാരം അത്ര എളുപ്പമല്ല എന്ന് നമുക്കൊക്കെ അറിയാം. ഇനി പരിഹാരം വേണമെങ്കിൽ തന്നെ കുറച്ച് കൊല്ലങ്ങൾ കൊണ്ടായാൽ പോലും നമുക്കതിന് പരിഹാരം വേണമെങ്കിൽ ചർച്ചകൾ വളരെ സീരിയസ് ആയിട്ട് സയൻറ്റിഫിക്കായിട്ട് ഇതിൻ്റെ ഗ്രാസ് റൂട്ടിലുള്ള പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് മുൻവിധികളില്ലാതെ ഗവൺമെൻറ് മുന്നോട്ട് വരണം എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം. അത് ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. അത്തരം ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങളുടെ പല മാതൃകകൾ ലോകത്തുടനീളം പല രാജ്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ. പക്ഷെ അവിടെ നമ്മളുടെ നിയമവും ഇവിടെ പരിപാലിക്കപ്പെടുന്ന ഈ വനം വകുപ്പിൻ്റെ രീതികളൊക്കെ വലിയ രീതിയിൽ തടസ്സമാവുന്നില്ല. അതിനകത്തൊക്കെ കുറേ പൊളിച്ചെഴുത്തുകൾ ആവശ്യമുണ്ടാവില്ലേ? തീർച്ചയായും അത് തന്നെയാണ്. ഇപ്പം കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ്റിന് എത്തരത്തിലുള്ള ഒരു ഗവൺമെൻറ് ആയാൽ പോലും തീരുമാനമെടുക്കുന്നതിന് കുറേ പരിമിതികളുണ്ട്. നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനമാണെങ്കിൽ പോലും നമ്മുടെ പല നിയമങ്ങളും കേന്ദ്ര നിയമങ്ങളിലേക്ക് കൈകടത്താനുള്ള സംസ്ഥാനത്തിൻ്റെ പരിമിതികളുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ടതാണ്. കാലാനുസാരിയായിട്ട് ലോകത്തെങ്ങും ഉള്ള രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മൾ എല്ലാ മൃഗങ്ങളെയും കൊല്ലണമെന്നോ അല്ലെങ്കിൽ കാടൊന്നും ആവശ്യമില്ലെന്നോ ഒന്നും വാദിക്കേണ്ടവരല്ല. നമുക്കറിയാം നമ്മുടെ അത് പാരിസ്ഥിതികമായിട്ടുള്ള അവയുടെയൊക്കെ പ്രത്യേകതകൾ, അവയുടെ വിലയൊക്കെ തിരിച്ചറിയുന്നവർ തന്നെയാണ് മനുഷ്യർ. പക്ഷേ അതിനൊക്കെ ഉപരിയാണ് മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഭൂമിയിലെ ഏത് സംരക്ഷണത്തിനും അർത്ഥവുമുള്ളൂ. അപ്പം ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ജനങ്ങളുടെ ജീവിതം ഇത്തരത്തിലുള്ള വളരെ പ്രതിസന്ധിയിലേക്ക് കൂടുതൽ രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഒരു രാഷ്ട്രീയ തീരുമാനം കൂടിയായിരിക്കണം. ഈ നിയമങ്ങൾ മുഴുവൻ 72 വന്യജീവി നിയമം മുഴുവൻ പൊളിച്ചെഴുതണം എന്നല്ല. അതിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഗ്യാപ്പുകളുണ്ട്. നമുക്ക് മനുഷ്യൻ്റെ സംരക്ഷണം എന്നുള്ളത് എപ്പോഴും അതിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വന്യമൃഗത്തെ വെടിവെച്ച് കൊല്ലുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ആ നിയമത്തിലുള്ളത്. പക്ഷേ ആ ഒരു നിയമം നടപ്പാക്കുന്നതിനുള്ള പ്രോട്ടോക്കോളുകളുടെ സങ്കീർണത ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സങ്കീർണമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് തലവെച്ചു കൊടുക്കാൻ പല ഉദ്യോഗസ്ഥരും സന്നദ്ധമല്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും അത്തരത്തിലുള്ളൊരു നടപടിയിലേക്കൊന്നും പോകാൻ പറ്റാത്തത്. അല്ലാതെ നിയമത്തിൽ അത്തരത്തിലുള്ള ഒരു ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള മനുഷ്യൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആശയമാണ്. അല്ലാതെ കടുവയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടന ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലുള്ള ഒരു ജീവിയുടെയും ജീവൻ രക്ഷിക്കുന്നതിനെ പറ്റിയിട്ടല്ല ഭരണഘടന പറഞ്ഞത്. ഇന്ത്യയിലെ സിറ്റിസൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുകളിലല്ല നമ്മൾ ഏത് തരത്തിലുള്ള കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ പോലും, വിദേശ കരാറുകളിലും അതേപോലെ നമ്മളെ ടൈഗർ പ്രോജക്റ്റുകളായാലും ഇത്തരത്തിലുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള കരാറുകളും നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ മനുഷ്യൻ്റെ ജീവൻ്റെ അപ്പുറത്തില്ല. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ വരണം. പക്ഷേ അവിടെയൊക്കെ പ്രശ്നം ഇതിൻ്റെ തീവ്രമായിട്ടുള്ള അവസ്ഥ നേരിട്ട് അനുഭവിക്കുന്നവരിൽ നിന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മുടെ പല രാഷ്ട്രീയക്കാർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഇപ്പം മഷു സൂചിപ്പിച്ചത് പ്രകാരം നിയമം അല്ലെങ്കിൽ ഭരണഘടന മനുഷ്യൻ്റെ ജീവന് പ്രാധാന്യം നൽകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രായോഗിക തലത്തിൽ പലപ്പോഴും വിപരീത യുക്തിയിലല്ലേ പ്രവർത്തിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഒരു വന്യജീവിക്ക് ഒരു പരിക്കേൽക്കുകയോ പൊറലേൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ നിയമം നടപ്പിലാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതേ സമയത്ത് വന്യജീവി ആക്രമണങ്ങളിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നു. പ്രത്യേകിച്ചും സ്വന്തം പുരയിടങ്ങളിൽ മനുഷ്യർ കൊല്ലപ്പെടുന്ന സമയത്ത് അതിന് കൃത്യമായ കോമ്പൻസേഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിന്മേലൊരു നിയമവ്യവഹാരത്തിനുള്ള സാധ്യതകളില്ലാതാകുന്നു. കാരണം നമുക്കൊരു വന്യജീവിക്കെതിരെ പരാതിയുമായിട്ട് പോകാൻ കഴിയില്ലല്ലോ. ഇവിടെ സാധ്യമാകുന്ന ഏക കാര്യം സ്റ്റേറ്റ് നഷ്ടപരിഹാരം നൽകുക, ഈ ജീവൻ നഷ്ടപരിഹാരം നൽകുക എന്നുള്ളതാണ്. അതുപോലും പലപ്പോഴും നടപ്പിലാക്കപ്പെടാത്തൊരു സാഹചര്യമുണ്ട്. അതിനകത്തൊരു പ്രശ്നം, നിയമത്തിൻ്റെ ഒരു നടത്തിപ്പ്
നിയമത്തിന്റെ നടത്തിപ്പിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും ഇത് എത്ര കാലം വരെ ഇതേപോലെ തുടരും എന്നുള്ളതാണ് പ്രശ്നം. ഇതിന് പരിഹാരത്തിനെ പറ്റി ആലോചിക്കാതെ എപ്പോഴും സംഭവിക്കുന്നത് ഇത് വേറൊരാൾക്ക് സംഭവിക്കുന്നതാണ്. അതായത് മലയോരത്തെ ഏതോ ഒരു കർഷകൻ, ഏതോ ഒരു മനുഷ്യൻ, പലപ്പോഴും ചിലപ്പോഴും ചില ബോട്ട് ബാങ്കുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില മരണങ്ങളോ ഒക്കെ ചില ബാർഗെയിനുകൾ അല്ലെങ്കിൽ വിലപേശലുകളിലൊക്കെ ചിലപ്പോഴും ആ നാട്ടിലുള്ള ആൾക്കാരോ ചിലപ്പോൾ ചില വ്യക്തികളോ ഒക്കെ ചെയ്തിരിക്കാം. അതിനുപരിയായിട്ട് നിഷ്കളങ്കമായിട്ടുള്ള എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോകുന്ന കുടുംബങ്ങൾ തന്നെയാണ് ബഹുഭൂരിപക്ഷമുള്ളത്. അല്ലാതെ ആദിവാസികളായിട്ടുള്ള എത്രയോ ആൾക്കാരാണ് മരിക്കുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ ആദിവാസികളും മൃഗങ്ങളും ഒക്കെ തമ്മിൽ വളരെ സമരസപ്പെട്ടിട്ട് എത്രയോ നൂറ്റാണ്ടുകൾ ജീവിക്കുന്നില്ലേ, അവർക്കൊരു പ്രശ്നവുമില്ല, പുറമേ നിന്ന് വന്ന കുടിയേറ്റക്കാരും കയ്യേറ്റക്കാരും ഒക്കെയാണ് പലപ്പോഴും ഈ മൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ മരിക്കുന്നത്, കൊല്ലപ്പെടുന്നത്. അവയുടെ സ്വഭാവത്തെ പറ്റിയിട്ടും അവയുടെ ജീവിത രീതിയെ പറ്റിയിട്ടൊന്നും അറിയാത്തവരാണ് അതിൻ്റെ മുമ്പിൽ പോയിട്ട് ചാടിയിട്ടും സെൽഫി എടുക്കാൻ നിന്നിട്ടും ഒക്കെയാണെന്ന് വളരെ ലളിതമായിട്ട് ആൾക്കാർ പറയുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. നമ്മുടെ കയ്യിൽ കണക്കുകളുണ്ട്. ഈ എത്രയോ ആയിട്ട് കണ്ണൂർ ജില്ലയിലെ ആറളത്തടക്കമൊക്കെ മരിച്ചിരിക്കുന്നത് ആദിവാസികളാണ്. ആനയുടെയൊക്കെ ജീവിത രീതിയൊക്കെ നന്നായിട്ട് അറിയുന്നവർ തന്നെയാണ്. അവർക്ക് അറിഞ്ഞതിനപ്പുറമാണ് ഇവയുടെയൊക്കെ ജീവിത രീതി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലേക്ക് വരണമെങ്കിൽ ഈ വളരെ സങ്കീർണമായിട്ടുള്ള ഈ പ്രശ്നം നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം കാര്യമായിട്ടുള്ള ചർച്ചകളിലേക്ക് കൊണ്ടുവരണം. ആ ചർച്ചകളിൽ പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആർഗ്യുമെൻറ്റുകൾ വരും. അതൊക്കെ വരണം. അതിലുള്ള യുക്തികൾ വരണം, സയൻസ് വരണം, പരിസ്ഥിതി സംരക്ഷണം വരണം. ഒക്കെ വന്നുകൊണ്ട് മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി അതിൽ ചർച്ച ചെയ്തുകൊണ്ട് ഏറ്റവും ലളിതമായിട്ടുള്ള പരിഹാരങ്ങൾ എന്നുള്ള രീതിയിൽ കേന്ദ്ര നിയമത്തിലുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇടപെടലായിരിക്കണം പൊളിറ്റിക്കലായിട്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൂടിയിട്ട് മുന്നോട്ട് വെക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പൊളിറ്റിക്കൽ പ്രഷർ രൂപപ്പെടാത്തതിൻ്റെ പുറകിൽ ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ സാമൂഹിക സാഹചര്യങ്ങൾ കൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ പ്രത്യേകിച്ചും കേരളത്തിലെ ദളിതരായ തോട്ടം തൊഴിലാളികൾ, വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന ആദിവാസികൾ, അല്ലെങ്കിൽ കുടിയേറ്റക്കാരായ ക്രൈസ്തവ വിഭാഗങ്ങൾ, അല്ലെങ്കിൽ തോട്ടം തൊഴിലാളികളായ മുസ്ലിം വിഭാഗങ്ങൾ, ഇങ്ങനെ കേരളത്തിൻ്റെ മലയോരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു സാമൂഹിക പശ്ചാത്തലം അവർ ഏതെങ്കിലും വിധത്തിൽ മാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഒരു മെയിൻ സ്ട്രീം സൊസൈറ്റിക്കകത്ത് നിന്നുകൊണ്ട് പൊളിറ്റിക്കലി ഒരു ബാർഗെയിനിങ് എബിലിറ്റി ഉള്ള സാമൂഹ്യ വിഭാഗങ്ങളല്ല, കുറെ കൂടെ സൊസൈറ്റിയുടെ ചില അരികുകളിലുള്ള ആളുകളാണ്. ആ ഒരു സാഹചര്യം കൂടെ ഇതിനകത്തുള്ള ഈ മിറ്റിഗേഷൻ പ്ലാനുകൾക്കകത്തുള്ള ആ ഒരു ത്വരിതപ്പെടുത്തലിനെ തടസ്സമാകുന്നില്ല, രാഷ്ട്രീയ പരമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പോലും? തീർച്ചയായിട്ടും അതാണ്. അതായത് ഒരു ചില തരത്തിലുള്ള പ്രയോറിറ്റികൾ നമ്മുടെ നിയമങ്ങളിൽ ഉണ്ടാവുന്നൊന്നും, അല്ലെങ്കിൽ ചില തരത്തിലുള്ളവർക്ക് കൂടുതൽ മികച്ച ആൾക്കാരായിട്ട് നമുക്ക് ഇത് സംസാരിക്കുമ്പോൾ വേണമെങ്കിൽ പറയാം. ഒരു കടുവ തിരുവനന്തപുരം സൂവിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നിൽക്കുകയാണെങ്കിൽ ആ കടുവയെ പറ്റിയിട്ട് അതിനെ എന്ത് ചെയ്യണം, മയക്കുവെടി വെക്കണോ എന്നുള്ള ചർച്ച കേരളത്തിൽ നടക്കുമോ? അതിന് നിമിഷങ്ങൾക്കുള്ളിൽ വെടിവെച്ച് കൊല്ലാനായിരിക്കും തീരുമാനിക്കുക. അത് ചെയ്തിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? അവിടെയുള്ളത് പ്രിവിലേജുള്ള ആൾക്കാരാണ്. അതായത് ഒരു നഗരം, എറണാകുളം പോലെയുള്ള ഒരു നഗരത്തിൽ ഇത്തരത്തിലൊരു സംഭവം, അപ്പോൾ പറയും കൂടുതൽ ആളുകളുണ്ട്, കൂടുതൽ അപകടം പറ്റുമെന്നല്ല. ഒരു കടുവയെ കൊണ്ടുവരുന്ന 2 പേരെ കൊല്ലുന്നുണ്ടെങ്കിൽ 2 പേര് എന്ന് പറയുന്നത് മലയോരത്തായാലും എറണാകുളം സിറ്റിയിലായാലും കേരളത്തിലെ പൗരന്മാരാണ്, ഒരേ വിലയുള്ള മനുഷ്യരാണ്. പക്ഷേ ആ ഒരു വില നമ്മളെ നിലവിൽ ഒരേ വിലയായിട്ടല്ല കണക്കാക്കപ്പെടുന്നത്. ചില പ്രിവിലേജുകൾ ചില ആൾക്കാർക്കുണ്ട്. അപ്പം ഇത് സംസാരത്തിലേക്ക് വരണമെങ്കിൽ കേരളത്തിലെ പൊതുവായിട്ടുള്ള ഇടങ്ങളിലുള്ള സ്ഥലങ്ങളിലുള്ള പ്രിവിലേജുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലൊരു വിഷയം വന്നു കഴിഞ്ഞാൽ മതി. എനിക്ക് ഒരു കൗതുകരമായിട്ടുള്ള ഒരു കാര്യം തോന്നുന്നുണ്ട്. അത് എറണാകുളത്തെ തന്നെ ഒരു കോളേജ് അധ്യാപിക, എൻ്റെ സുഹൃത്തൊക്കെ കൂടിയാണ്. അവരുടെ രാത്രി അവരുടെ മുഖത്തേക്ക് ഒരു ചെറിയ ബ്ലിസ്റ്റർ ബീറ്റിൽ എന്ന് പറയുന്ന ഒരു പ്രാണി വന്നിട്ട് ചെറിയ കുമിളകളുണ്ടായി. അതായത് അവരുടെ മുഖത്ത് ചെറിയ കുമിളകളുണ്ടായി. അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അതായത് രാത്രി വരുന്ന പ്രാണികൾ ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന വലിയ പ്രശ്നം, മുഖത്തുണ്ടാക്കുന്ന ഒരു കുമിളകൾ ഉണ്ടാക്കുന്നു. രാവിലെ അവർ തുറന്ന് നോക്കുമ്പോഴേക്കും മുഖം മുഴുവൻ കുമിളിച്ച് നിറഞ്ഞ് നിൽക്കുന്നു. നമ്മളെ ചിക്കൻ ബോക്സ് വന്ന പോലെ. ഇതെന്തൊരു പ്രാണിയാണ്, അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ, ചർച്ചകൾ പോലും അത് നടന്നിട്ടുണ്ട്. എനിക്കറിയാം. അതായത് അത് പിന്നെ മണിപ്പാൽ ബീറ്റിൽ എന്ന് പറയുന്ന ബീറ്റിലാണ്, അതിങ്ങനെയാണ് ഇങ്ങനെയാണ്, ഡോക്ടർമാർ അതിനെപ്പറ്റി ചർച്ച. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഈ ഇത്തരത്തിലുള്ള അത് വളരെ നിസ്സാരമെന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിന് കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരുടെ വിഷയങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട് പൊതുസമൂഹം.
അതേസമയം നമ്മൾ മരിച്ചാലല്ലാതെ ആനയോ കടുവയോ പുലിയോ കൊന്നാലല്ലാതെ നമ്മുടെ ചർച്ചകളിൽ ഒരിക്കലും വരുന്നില്ല. എത്രയോ പേരെയാണ് അവരുടെ ജീവിതമാണ് പലപ്പോഴും കാട്ടുപന്നികളുടെ ആക്രമണം മൂലം അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളത്. ഈ കാട്ടുപന്നികൾ മുറുകെ ഓടിയിട്ട് ബൈക്കുകൾ മറിഞ്ഞിട്ട് അതിൽ അപകടപ്പെട്ടിട്ട് ജീവശവമായിട്ട് ജീവിക്കുന്നവർ കേരളത്തിൽ ധാരാളമുണ്ട്. ആനകളുടെ ആക്രമണത്തിൽ മരിച്ചില്ലെങ്കിൽ പോലും വേറൊരു ജോലിയും ചെയ്യാൻ പറ്റാതെ ജീവിക്കുന്നവർ ധാരാളമായിട്ടുണ്ട്. ഇവരുടെ ഒന്നും പൊതു സമൂഹത്തിൻ്റെ ചർച്ചകളിലേക്ക് ഒരു ദിവസത്തിലപ്പുറം കടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഇവിടെയുള്ള ആ ഒരു അന്തരം ആരാണ് കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും എല്ലാ പൗരന്മാർക്കും സമാനമായിട്ടുള്ള അവകാശങ്ങളും സ്ഥാനവും ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മാഷ് കാട്ടുപന്നികൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു. അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. കാരണം കേരളത്തിൻ്റെ ഈ മലയോര ഗ്രാമങ്ങൾ ഏറ്റവും ഭീകരമായ പ്രശ്നമായിട്ട് നമ്മൾ പല റിപ്പോർട്ടിങ്ങിനൊക്കെ വേണ്ടി പോകുന്ന സമയത്ത് ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ അതിൽ തന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ളൊരു റൈറ്റ് അവിടെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ കോംപ്ലക്സിറ്റി അതിഭീകരമാണ്. ഈ കാട്ടുപന്നി ഗർഭിണിയല്ല എന്നുള്ളത് കണ്ടെത്തണം, അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ. പിന്നെ അതിന് ശേഷം ഇതിനെ വെടിവെച്ച് കൊന്നാൽ തന്നെയും അത് കുഴിച്ചു മൂടണം എന്നുള്ളതാണ്. മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്ത് കുഴിച്ചു മൂടണം എന്നുള്ളതൊക്കെയാണ് അതിനകത്തുള്ള വ്യവസ്ഥ. അപ്പോൾ എന്നാൽ നമുക്കറിയാം കാലങ്ങളായിട്ട് കേരളത്തിൻ്റെ മലയോരങ്ങളിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വനത്തിനകത്ത് ജീവിക്കുന്ന ആദിവാസി സമൂഹങ്ങളടക്കമുള്ള ആളുകൾ കാട്ടുപന്നികളെയൊക്കെ വേട്ടയാടിയും ഭക്ഷിച്ചൊക്കെ ജീവിച്ചിരുന്നതാണ്. ഒരുപക്ഷെ അത് ഇതിൻ്റെ അകത്തുള്ള ഒരു കൺട്രോൾ മെഷർ കൂടിയായിരുന്നു. ഈ വന്യജീവികൾ അല്ലെങ്കിൽ പ്രത്യേകിച്ചും കാട്ടുപന്നിയൊക്കെ ക്രമാതീതമായി പെരുകുന്ന സമയത്ത് അതിൻ്റെ എണ്ണം കുറയ്ക്കാനുള്ള ഇവിടുത്തെ ഒരു ബയോസൈക്കിളിൻ്റെ ഫുഡ് സൈക്കിളിൻ്റെയൊക്കെ ഭാഗമായ ഒരു പ്രോസസ്സ് കൂടിയായിരുന്നു ഈ വേട്ട എന്ന് പറയുന്നത്. പക്ഷേ ഈ വേട്ട പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. സത്യത്തിൽ ഇത് തദ്ദേശീയ സമൂഹങ്ങൾക്ക് അല്ലെങ്കിൽ വനാശ്രിത സമൂഹങ്ങളെന്ന് പറയാൻ കഴിയുന്ന മനുഷ്യർക്ക് പിന്നെ വേട്ട അനുമതി നൽകുക എന്നുള്ളത് കുറെ കൂടെ മോഡേണായി നമുക്ക് സമീപിക്കാവുന്ന ഒരു കാര്യമല്ലേ? പലപ്പോഴും പറയുമ്പോൾ നമ്മൾ വേട്ടയെ പറ്റി സംസാരിക്കുമ്പോൾ ഇത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സങ്കല്പം എന്ന് പറഞ്ഞത് വളരെ നിഗൂഢമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൊള്ളസംഘക്കാരെ പോലെയുള്ള ആൾക്കാർ തോക്കൊക്കെ ചുമലിൽ വെച്ചിട്ട് രാത്രിയാകുമ്പോൾ കാട്ടിലേക്ക് പോയി കുറേ മൃഗങ്ങളെയൊക്കെ മാനിനെയും ഒക്കെ വെടിവെച്ച് തോളിലിട്ട് കൊണ്ടുവരുന്ന ഒരു പഴയ ഒരു സങ്കല്പമില്ലേ. യഥാർത്ഥത്തിൽ കേരളത്തിലൊക്കെ വടക്കൻ കേരളത്തിലൊക്കെ പല കാവുകളുടെയും ഉത്സവങ്ങളുടെ ഭാഗമായിട്ടുള്ള ആചാരമാണ് ഇത്തരത്തിലുള്ള വേട്ടകൾ. പല തെയ്യങ്ങളുടെയും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കാട്ടിൽ പോയിട്ട് കുറേ മൃഗങ്ങളെ കൊന്നുകൊണ്ട് വരുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഇപ്പം വൈൽഡ് ബോർ എന്ന് പറയുന്ന മൃഗം അത് കാട്ടുജീവിയൊന്നും അല്ല. നമ്മളതിന് കാട്ടുപന്നി എന്ന് പേരിട്ടത് നാട്ടുപന്നിയായിട്ട് നമ്മുടെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ പുതിയ ബ്രീഡുകൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന മറ്റു പന്നികളുണ്ട്. അതുകൂടാതെ സസ്ക്രോഫ എന്ന് പറയുന്ന നമ്മുടെ ഈ കാട്ടിൽ ജീവിച്ചു എന്ന് പഴയ ജീവികളൊക്കെ കാട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ. അത്തരത്തിലുള്ള മൃഗങ്ങൾ പലപ്പോഴും ഇവ കാട്ടിനുള്ളിൽ മാത്രമല്ല കാടിൻ്റെ അതിരുകളിലാണ് ജീവിക്കുക. അത് കാടിനോട് അതിരിനോട് ചേർന്നിട്ടുള്ള മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ കിട്ടുന്ന വേസ്റ്റുകളും ഒക്കെ അവർ ഭക്ഷിക്കും. അത് ചതുപ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള പുഴുക്കളെ, അതായത് അവശിഷ്ടങ്ങളിൽ നിന്ന് ഉള്ള മാഗട്ടുകളെയൊക്കെയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. അപ്പോൾ അവരൊക്കെ പുറത്തൊക്കെയാണ്, അല്ലാതെ പൂർണ്ണമായിട്ടും ഈ പന്നികൾ മുഴുവൻ കാടിൻ്റെ ഉള്ളിലല്ല. അപ്പം ഇവയുടെ ഒരു പ്രജനന രീതി എന്ന് പറയുന്നത് പരിണാമപരമായിട്ട് അത് വളരെ കൂടുതൽ കുഞ്ഞുങ്ങളാണ്. നമുക്കറിയാം പന്നി പെറും പോലെ എന്നുള്ള ഒരു പ്രയോഗമുണ്ട് മലയാളത്തിലടക്കം. അതായത് അതിന് അത്രയധികം മുലക്കണ്ണുകളും കൂടിയുണ്ട്, അത്രയധികം കുഞ്ഞുങ്ങളുണ്ടാവും. ഈ കുഞ്ഞുങ്ങൾ മുഴുവൻ അതിജീവിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു നമ്മുടെ മാത്തമാറ്റിക്കൽ പ്രോഗ്രഷനൊക്കെ വെച്ചിട്ട് നമുക്കിവിടെ ചിന്തിക്കാൻ പറ്റാത്ത അത്രയും കുഞ്ഞുങ്ങൾ ഉണ്ടാകണ്ടേ. പക്ഷെ അതില്ലല്ലോ. കാരണം എന്തുകൊണ്ടാണ്? ഇതൊക്കെ പല ജീവികളുടെയും ഭക്ഷണമായിട്ടാണ് ആ ഒരു ഫുഡ് സൈക്കിൾ തീരുന്നത്. അതായത് ഒരു പന്നിയുടെ കുഞ്ഞുങ്ങളിൽ 1 or 2 മാത്രമേ അതിജീവിക്കുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ പല ജീവികളുടെയും ഭക്ഷണവും, അല്ലെങ്കിൽ അവ വളർന്നാൽ തന്നെ അവ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മറ്റു മൃഗങ്ങളുടെ ഭക്ഷണവും, അല്ലെങ്കിൽ ഇവയെ ആരൊക്കെയോ വേട്ടയാടും. ഈ മനുഷ്യൻ്റെ പരിണാമകാലം തൊട്ട് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള മൃഗങ്ങളൊക്കെ. അത്തരത്തിലുള്ള ഒരു കൺട്രോളിങ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലും ചില പ്രത്യേക സാഹചര്യങ്ങളിലും ചില മൃഗങ്ങളെ കൂടുതലായിട്ട് വേട്ടയാടുന്നത് അവയുടെ വംശം കുറ്റിയേറ്റ് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സംരക്ഷണത്തെ പറ്റി ചിന്തിക്കേണ്ടത്. അല്ലാതെ കൊതുകിൻ്റെ സംരക്ഷണത്തെ പറ്റി നമ്മൾ ഇപ്പോഴും ചിന്തിക്കേണ്ടതുണ്ടോ? എറണാകുളത്തുകാർ കൊതുകുകൾ, ഈഡിസും അല്ലെങ്കിൽ പലതരത്തിലുള്ള മൊസ്കിറ്റോകളുടെ വംശനാശം വന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് ഇനി കൊതുകുകളെ കൊല്ലരുത് എന്ന് തീരുമാനം എടുക്കുന്നത് പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നാറ് നമ്മുടെ കാട്ടുപന്നികളെ കൊല്ലരുത് എന്ന് പറയുന്ന നമ്മുടെ നിയമം.
കാരണം അത്രയധികമാണ് അവയുടെ പെരുക്കം എന്ന് പറയുന്നത്. അവയുടെ കൺട്രോളിങ് മെഷറായിട്ടുള്ള വേട്ടയോ അതേപോലെയുള്ള കാര്യങ്ങളോ നാട്ടുമ്പുറങ്ങളിൽ നടക്കുന്നില്ല ഇപ്പോഴും. അതുകൊണ്ട് തന്നെ അവയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ മൃഗങ്ങളെയും ഒരേപോലെ കണ്ടുകൊണ്ട് സംരക്ഷിക്കുക എന്ന് പറയുന്നതും ഒരു ശാസ്ത്രീയമായിട്ടുള്ള തീരുമാനമല്ല. നമ്മുടെ ഷെഡ്യൂളിൽ തീരുമാനിച്ചു പോകും. നമ്മൾ വനം വന്യജീവി നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി എന്ന് പറയുന്ന ഒരു നിർവചനം നമ്മൾ കരുതുന്ന പോലെ വനത്തിലുള്ള ജീവിയല്ല വന്യജീവി. അതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാതെ എല്ലാ മൃഗങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം വന്യജീവികളാണ്. അത് ഷെഡ്യൂൾ 1-ലാണോ 2-ലാണോ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എങ്കിലും അവരൊക്കെ സംരക്ഷിത ജീവികളുടെ ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അവയുടെ കൂടുതൽ സംരക്ഷണം അല്ലെങ്കിൽ നിയമപരമായിട്ട് അവയുടെ കൊല്ലലോ അവയെ കയ്യിൽ കരുതലോ ഒക്കെ കുറ്റകരമാകുന്നതിൽ മാത്രമാണ് ചെറിയ വ്യത്യാസമുള്ളത്. പറഞ്ഞു വന്നാൽ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റും പറന്ന് കളിക്കുന്ന പല പൂമ്പാറ്റകളും, വളരെ സാധാരണമായിട്ടുള്ള പൂമ്പാറ്റകൾ പോലും ഷെഡ്യൂൾ 1-ലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അന്ന് ഷെഡ്യൂൾ തീരുമാനിക്കുമ്പോൾ ഇവയെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ബോധമില്ലാത്തവരാണ് ഷെഡ്യൂളുകൾ തീരുമാനിച്ചത് പോലും. അപ്പോൾ അതിനെ കൊന്നാൽ പോലും അല്ലെങ്കിൽ അബദ്ധത്തിന് നമ്മൾ കൈതട്ടിയിട്ട് ഒരു പൂമ്പാറ്റ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു പുള്ളിപ്പുലിയെ കൊന്ന അതേ കേസിൻ്റെ അതേ ഗ്രാവിറ്റിയുള്ള കേസാണ് ഉണ്ടാകുക നിയമപരമായിട്ട്. ഇപ്പോഴും നിലവിൽ അത് നടക്കുന്നില്ല എന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ തോന്നിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളും ഞാനും ഒക്കെ പലപ്പോഴും പല കഠിനമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്ത ഒരാളായിട്ട് വരും. അപ്പോൾ നിയമത്തിനുള്ള ആ ഒരു പ്രതിസന്ധി ഉണ്ട്. പല ജീവികളും നമ്മുടെ നാട്ടും പുറത്തൊക്കെയുള്ള പല ജീവികളെയും കൊല്ലുക എന്നല്ല ഞാൻ പറയുന്നത്, ഏതെങ്കിലും വിധത്തിൽ അബദ്ധത്തിൽ പോലും അവയെ ഏതെങ്കിലും വിധത്തിൽ അല്ലെങ്കിൽ അവയെ വളർത്താൻ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കും. നിങ്ങളൊരു കീരിക്കുട്ടിയോട് വലിയ കൗതുകം തോന്നിയിട്ട് നിങ്ങൾ ഒരു കീരിയെ എടുത്ത് നിങ്ങളെ വീട്ടിൽ വളർത്തി, അത് വലിയ കുറ്റമാണ്, കുറ്റകരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പല ജീവികളെയും നമ്മൾക്ക് സംരക്ഷിക്കാൻ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടായാൽ പോലും കേരളത്തിലെ അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ ഈ നിയമം 72-ലെ നിയമപ്രകാരം നമുക്ക് അതിന് കയ്യിൽ കരുതാൻ പറ്റില്ല. അപ്പം ആ ഒരു പ്രതിസന്ധി ഉള്ളപ്പം ഇത്തരത്തിലുള്ള ഉപദ്രവകാരികളായിട്ടുള്ള, അതായത് കാട്ടിന് പുറത്ത്, കാട്ടിനുള്ളിലല്ല കാട്ടിന് പുറത്ത് മനുഷ്യവാസ സ്ഥലങ്ങളിൽ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന ജീവികളെ ഏത് വിധത്തിൽ നിയന്ത്രിക്കണം എന്നുള്ളതിൽ ചെറിയ ഒരാശയക്കുഴപ്പം നമ്മുടെ നിയമം ഉണ്ടാക്കും. ഇവിടെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ വേട്ട പറയുന്ന സമയത്ത് ഇപ്പോൾ മാഷ് പറഞ്ഞു, വേട്ട എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു കൊളോണിയൽ ഹണ്ടിങ് സങ്കല്പമാണ്. അതിനപ്പുറം മനുഷ്യരുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട സാധാരണക്കാരായ ആളുകൾ കാട്ടിൽ നിന്ന് വേട്ടയാടി കഴിച്ചിരുന്ന കാര്യത്തെക്കുറിച്ച് അല്ല നമ്മുടെ ചിന്ത പോകുന്നത്. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കള്ളി. അല്ല, അതിൽ ഒരു പ്രധാനമായിട്ട് ഈ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ഗോത്ര വിഭാഗങ്ങളുടെയും ആരോഗ്യം എന്ന് പറയുന്നത് പ്രോട്ടീൻ കണ്ടന്റ് അവർക്ക് കൂടുതലായി കിട്ടേണ്ടത് ഇത്തരത്തിലുള്ള ഭക്ഷണത്തിൽ നിന്നാണ്. എല്ലാവരും ഇങ്ങനെ പച്ചക്കറി തന്നെയാണ് കഴിക്കേണ്ടതെന്ന് പറയുന്നത് അത് ഒരു പലതരത്തിലുള്ള ജീവിത രീതികളും ജീവിത സാഹചര്യങ്ങളും ഉള്ളവരുണ്ട് ലോകത്ത്. നമ്മൾക്ക് എസ്കിമോകൾ ഇനി തൊട്ടിട്ട് ഇനി പച്ചക്കറി തിന്നിട്ട് സാമ്പാറും ചോറുമാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരെ ഉടനെ ചത്തുപോകും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൽ ഈ കൊഴുപ്പ് അത്രയധികം ഉണ്ടെങ്കിൽ മാത്രമേ ആ കാലാവസ്ഥയെ അവർക്ക് അതിജീവിക്കാൻ പറ്റൂ. അവരുടെ ശരീരം അത്തരത്തിലുള്ളതാണ്, അവർക്ക് കൊഴുപ്പ് കഴിച്ചേ പറ്റൂ. ബ്ലബ്ബർ എന്നൊക്കെ പറയുന്ന കൊഴുപ്പ് അതുപോലെ തന്നെയാണ് അവർ കഴിക്കുന്നത്. അപ്പം മൃഗങ്ങളുടെ ശരീരം, മാംസം എന്ന് പറയുന്നത് പലരുടെയും ഭക്ഷണം ആകേണ്ടതാണ്. അത് അങ്ങനെ ഭക്ഷണം അല്ലാതെ ആകണമെങ്കിൽ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളോടും എല്ലാ മൃഗങ്ങളോടും മാത്രമല്ല സസ്യങ്ങളോടും നമ്മൾ അതേ നിലപാടെടുക്കേണ്ടി വരും. അതായത് ധാന്യം പോലും നമ്മൾ കഴിക്കാൻ പാടില്ല. എനിക്കൊന്നും അവിടെ തന്നെയാണ് ഇപ്പോൾ വേട്ടയൊക്കെ നമ്മൾ പെട്ടെന്നൊരു ഭീകരതയിൽ മാത്രം കാണുന്നതിൻ്റെ ഒരു സാഹചര്യം കാലങ്ങളായിട്ടുള്ള നമ്മളുടെ ഈ പരികല്പനകൾ വന്യജീവിയുമായി ബന്ധപ്പെട്ട വനവുമായി ബന്ധപ്പെട്ട നമ്മുടെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നതിന് കാരണമായ എല്ലാവിധ സംഭവവികാസങ്ങളും നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു വാല്യൂ സിസ്റ്റമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കള്ളിങ് എന്നുള്ള കാര്യത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പം ലോകത്ത് വിദേശ രാജ്യങ്ങളിൽ പലതും അവിടെ വന്യജീവികളുടെ എണ്ണം ക്രമാതീതമായി പെരുകുന്ന സമയങ്ങളിൽ ആ സീസണുകൾ കണ്ടെത്തി ആളുകൾക്ക് അതിനെ വേട്ടയാടാനുള്ള റൈറ്റ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റേറ്റ് തന്നെ അവരുടെ മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ട് ഈ വന്യജീവികളെ കള്ളി ചെയ്തിട്ട് നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങനെ ഒരു കാര്യം, ഇപ്പോൾ ജീവിയെ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു പാനിക് ആവുന്ന സാഹചര്യം, എന്തോ ഒരു വലിയ പാപത്തിന് വേണ്ടി കലാപാഹ്വാനം ചെയ്യുന്നത് പോലെയൊക്കെയാണ് പെട്ടെന്ന് ഇത് ചിത്രീകരിക്കപ്പെടുന്നത്. അതിലും ഈ പറയുന്ന പോലെ നമ്മളും മോർ സയൻറ്റിഫിക് ആവാത്തതിൻ്റെയും അല്ലെങ്കിൽ മോഡേൺ യുക്തികളെ ആ നിലക്ക് സ്വാംശീകരിക്കാൻ കഴിയാതെ പോകുന്ന ഒരു വാല്യൂ സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൂടിയില്ലേ?
അവിടെയൊക്കെ ഉള്ളത് നമ്മുടെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മൃഗങ്ങളോടും കാടിനോടും ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ മനോഭാവങ്ങളുടെ സൃഷ്ടിയാണ്. ഇതൊക്കെ ഒരു കഴിഞ്ഞ 10-30 വർഷം കൊണ്ടുണ്ടായിരുന്ന ഒരു മനോഭാവ മാറ്റമാണ്. അല്ലാതെ പണ്ട് മുതലേ കേരളത്തിലെ ആൾക്കാർ മുഴുവൻ ഇങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 30-40 വർഷം മുമ്പ് കള്ളിങ് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ അത് ഒരു വലിയ വിഷയമാവില്ലായിരുന്നു. അതായത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമ്മുടെ കാട്ടുപന്നികളൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്, അവയുടെ എണ്ണം കുറക്കുന്നത് നല്ലതാണ്, അവയുടെ ഒരു പ്രദേശത്ത് എത്ര വേണം എന്നുള്ള ഒരു തീരുമാനം ഒരു പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് തീരുമാനിച്ചതിന് ശേഷം അമിതമായിട്ടുള്ളതിനെ കൊന്ന് ഭക്ഷണമാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതായത് മണ്ണെണ്ണ ഒഴിക്കുക എന്ന് പറയുന്നതിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അത് കത്തിയില്ലെങ്കിൽ പോലും അത് ഭക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ പുതുതായിട്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കത്തിക്കണം എന്തെങ്കിലും മാറ്റണമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് കഴിക്കാൻ പോലും ആൾക്കാർ തയ്യാറാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ചിന്താഗതിയിൽ വരുന്ന മാറ്റം കേരള സമൂഹത്തിലെ, അതായത് ഈ പൊതുധാരയിലുള്ള ആൾക്കാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റമാണ്. ജീവികളോടുള്ള അമിത പ്രണയം അല്ലെങ്കിൽ സ്നേഹം, അവർ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ധാരണയിലേക്ക് അടക്കം പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പുറത്ത് എന്ത് സംഭവിച്ചാൽ പോലും കേരളം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭൂവിഭാഗമായിട്ട് ചിന്തിക്കുന്നത്. പല ലോകരാജ്യങ്ങളിലും അവരുടെയുള്ള മനുഷ്യരുടെ ജീവനും സ്വത്തിനും അപകടമാകുന്ന വിധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള വന്യജീവികൾ കൂടുന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാകുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു ചർച്ച വരുന്നേയില്ല. വീണ്ടും ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത് കേന്ദ്രത്തിൽ നിന്നൊക്കെയുള്ള ഒരു പ്രശ്നം ഇപ്പോഴും നമ്മൾ കള്ളിങ്ങിനെ പറ്റിയിട്ട്, അതായത് വൈൽഡ് ബോറിന് കള്ളിങ്ങിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു കാര്യം ഇവയാണ് കാട്ടിലെ പുലിയുടെയും കടുവകളുടെയും ഭക്ഷണം. അവ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവ പുറത്തേക്ക് ഇറങ്ങും എന്ന് പറയുന്ന യുക്തിയാണ് ഇപ്പോൾ അവർ പറയുന്നത്. എനിക്ക് രസകരമായിട്ടാണ് ഇവ ഉള്ളത്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എല്ലാ നാട്ടുംപുറങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പന്നികളുള്ളത്, കൃഷി ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ. അവിടെയൊക്കെയാണ് കടുവയുടെയൊക്കെ സ്ഥിരം വന്നിട്ട് ഭക്ഷിച്ച് പോകുന്നതെന്ന് പറയുന്നത് ഒട്ടും നമുക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. അതേസമയം നമ്മുടെ കേന്ദ്രത്തിൽ നിൽക്കുന്ന പലർക്കും അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളതാണ്. അതുകൊണ്ടുകൂടിയായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു മാറ്റം. ഇതൊക്കെ കേരളത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള ചർച്ചകൾ പോലും നടക്കുന്നുള്ളൂ. അതിലും ഒരു വ്യത്യാസമുണ്ട്. മനുഷ്യന്മാരുടെ അവകാശബോധങ്ങളെ പറ്റിയിട്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുള്ള മനുഷ്യർക്ക് ഒരേ ധാരണകളല്ല ഉള്ളത്. ഒരു ഉദാഹരണത്തിന് വടക്കേ ഇന്ത്യയിലെ അല്ലെങ്കിൽ മധ്യപ്രദേശിലെയോ ഒക്കെയുള്ള ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ടവനെ പുലി പിടിച്ചാൽ അല്ലെങ്കിൽ കടുവ പിടിച്ചാൽ അതൊരു വലിയ ചർച്ചയൊന്നും ആകുന്നില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ അവിടെയുള്ള എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം കിട്ടുകയല്ലാതെ അവിടെ അന്ന് പിന്നെ ചാനൽ ചർച്ചകളിലൊന്നും അത് വിഷയമാകില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതായിട്ടാണ്. അതായത് എൻ്റെ വീട് കാടിനടുത്താണ്, എന്നെ തിന്നുക എന്ന് പറയുന്നത് കടുവയുടെ ഒരു അവകാശമായിട്ട് പോലും ചിലപ്പോൾ കരുതപ്പെടുന്നുണ്ട്. അത്രയും മാത്രം നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യർ കൂടിയാണ്. അവരുടെ അവകാശത്തിന് പോലും ബോധ്യമില്ലാത്തവർ. അതേസമയം നമ്മുടെ കേരളം പോലെയുള്ള ഇവിടെ കുറച്ചൊക്കെ കൂടി അനുഭവിക്കുന്നവർക്ക് ഇതിലുള്ള ഗ്രാവിറ്റി അത്രമാത്രം പ്രകടമാക്കണമെന്ന് തോന്നിയില്ലെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ വലിയൊരു വിഭാഗം ആൾക്കാരുടെ ഉള്ളിലെങ്കിലും ചെറിയ ചലനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു ചർച്ചകൾ പോലും ഇപ്പോൾ സാധ്യമാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.